ന്യൂയോർക്കിൽ ഇപ്പോൾ സ്പ്രിംഗ് സീസൺ കഴിയാറായി കേട്ടോ. സ്പ്രിംഗ് സീസൺ കഴിഞ്ഞ് സമ്മറിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ജാക്കറ്റൊക്കെ ഇല്ലാണ്ട് കുറച്ചൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ കുറച്ച് വൈകിയാണ് എണീറ്റത്. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സഡനായിട്ട് ഒന്ന് ന്യൂയോർക്ക് സിറ്റി വരെ പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. സമയം 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിലോട്ട് പോകാൻ നോക്കുവാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ഇന്ന് വേണമെങ്കിൽ നമ്മുടെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂർ ഉണ്ടല്ലോ, മറ്റേ ഡബിൾ ഡെക്കർ ബസ്സിന്റെ മുകളിൽ കയറി സിറ്റി വ്യൂ ഒക്കെ ഒന്ന് കാണുന്ന ഒരു ബസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണാമെന്നൊക്കെയുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഇപ്പോൾ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. നിറച്ച് പൂക്കളും അതുപോലെ ഈ പുതിയ ഇലകളൊക്കെ വന്നതുകൊണ്ട് എവിടെ നോക്കിയാലും ഒരു പച്ചപ്പാണ്. ഇത് കണ്ട അണ്ണാൻകുഞ്ഞൊക്കെ ഇങ്ങനെ ചാടി കളിച്ച് നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇതാണ്ടേ ഞങ്ങൾ സബ്വേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ട്രെയിനിനാണ് സിറ്റിയിലേക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ ഈ ഗേറ്റ് ഓപ്പൺ ആകണമെങ്കിൽ നമ്മൾ അവിടെ മെട്രോ കാർഡോ ഏതെങ്കിലും കാർഡ് ഉപയോഗിച്ചിട്ട് പേ ചെയ്യണം. അപ്പോഴാണ് ഈ ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. ബസ്സിൽ ഈ സെയിം മെട്രോ കാർഡ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴേക്ക് ഇതാണ്ട് ട്രെയിൻ വന്നു. ട്രെയിൻ ആണ് സിറ്റിയിലേക്ക് പോകുന്നത്. ഇത് ജമൈക്ക എന്ന് പറയുന്ന സ്റ്റേഷനാണ് കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് മിഡ് ടൗണിലാണ്. മിഡ് ടൗൺ എന്ന് പറയുമ്പോൾ ബ്രയാൻ പാർക്ക് സ്റ്റേഷനിൽ ഇറങ്ങും. അരമണിക്കൂർ എടുക്കും ഇവിടുന്ന്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്ക് ഇതാ കൊച്ചു ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ട്രെയിനിലിരുന്ന് അവൻ ഉറങ്ങിപ്പോയായിരുന്നു. ഞാൻ ജാക്കറ്റൊക്കെ കയ്യിൽ എടുത്തിട്ടേ ഉള്ളായിരുന്നു. തണുപ്പുണ്ടാവില്ല എന്ന് ഓർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ സിറ്റിയിൽ എത്തിയപ്പോഴേക്കും നല്ല തണുപ്പുണ്ടായിരുന്നു. മൊത്തത്തിൽ ക്ലൈമറ്റ് എന്നുകൊണ്ട് ഒരു മൂടി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഞങ്ങൾ ന്യൂയോർക്കിൽ എത്തിയപ്പോഴേക്ക് ലഞ്ച് കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആകുമല്ലോ ഫുഡ് കഴിക്കാമെന്ന് ഓർത്തിട്ട് ആദ്യം തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോൾ ഫുഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ശരിക്കും ഫുഡൊക്കെ കഴിക്കാൻ വലിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറി. ഇവിടെ നമുക്ക് പല വെറൈറ്റീസ് ഓഫ് ഫുഡ് കിട്ടും കേട്ടോ. കുക്ക് ചെയ്ത ഫുഡ്, അതുപോലെ പാക്കറ്റിലുള്ള പലതരം ചിപ്സ് ഐറ്റംസ്, വേറെ ഫുഡുകൾ, കേക്കുകൾ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ബഫേ പോലെ ഇങ്ങനെ ട്രേകളിൽ ഫുള്ള് ഫുഡ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ മുകളിൽ എത്ര കലോറി ആണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ സാലഡ്സ്, റൈസ്, ചിക്കൻ, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട് കേട്ടോ. പിന്നെ അതിന് പാക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സുകൾ അവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഓരോ ബാറിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് കാർഡ്ബോർഡ് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മൊത്തത്തിലൊന്ന് നടന്ന് കണ്ടു എന്തൊക്കെ ഫുഡാണ് എടുക്കേണ്ടത്, എന്തെങ്കിലും പരിചയമുള്ള ഫുഡുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം വന്നത് നോൺ വെജ് സെക്ഷനിലേക്കായിരുന്നു. മിക്കുവിന് ചിക്കൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് വെറൈറ്റി ചിക്കൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈസ്, ബാർബിക്യൂ ചിക്കൻ വിങ്സ്, ബഫലോ ചിക്കൻ വിങ്സ്, ക്രിസ്പി ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടം 1-2 പീസൊക്കെ വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയാലോ എന്ന് ഓർത്തിട്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാത്തിനും സെയിം റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. $13.99 എന്ന് വെച്ചാൽ $14. നമ്മുടെ നാട്ടിൽ ഈ 999 എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ 99 സെൻറ്റ് അവർ ഇടുന്നത് കേട്ടോ. $14 ഇവിടെ. പിന്നെ വെയിറ്റിനാണ് ഇവർ പൈസ പറയുന്നത് കേട്ടോ. ഒരു LBക്ക് $14. ഒരു LB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 450 ഗ്രാമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ കുറേ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് റൈസ് എന്തെങ്കിലുമൊക്കെ എടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ബോക്സ് ഞാനിവിടെ പാക്ക് ചെയ്തു കേട്ടോ. പിന്നെ റൈസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ലെമൺ റൈസും അതുപോലെ തന്നെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നത്. വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കണ്ടപ്പോഴേ. എന്നാൽ പിന്നെ അത് തന്നെ മതി എന്ന് ഓർത്തിട്ട് ആ റൈസാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഒരുപാട് സാലഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് ചിക്കൻ സാലഡാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു സാധനം ഞാൻ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്പാരഗസ് ഇല്ലേ, ഈ നീളത്തിൽ ഇങ്ങനെ ഒരു കമ്പ് പോലെ ഇരിക്കുന്നത്, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരേ ഒരു സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേവിടെ സ്വീറ്റ് കോൺ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ കുറച്ച് സ്വീറ്റ് കോണും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സെൽഫ് ചെക്കൗട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മെഷീനിൽ വന്നിട്ട് നമ്മൾ തന്നെ ബില്ലൊക്കെ അടിച്ച് പേ ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പോയി നോക്കി അതും ഇതൊക്കെ ഒന്ന് തോണ്ടി അപ്പോൾ അങ്ങനെയൊക്കെ പേ ചെയ്തു. അപ്പോൾ അതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട് ഏത് ബോക്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം അവിടെ വെച്ച് കൊടുക്കണം ബോക്സ്. അപ്പോൾ 2 LBൻ്റെ അടുത്തുണ്ടായിരുന്നു നമ്മൾ എടുത്ത ടോട്ടൽ ഫുഡ്. പിന്നെ അതിൻ്റെ ഏത് ബോക്സിലാണ് എടുത്തതെന്നൊക്കെ സെലക്ട് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് നമ്മളത് പേ ചെയ്തു. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി GST എല്ലാം കൂടെ കൂട്ടിയിട്ട് $30 ആയിരുന്നു നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ടിഷ്യൂ പേപ്പർ, അതുപോലെ സ്പൂണും ഫോർക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അവിടെ കുറേ സീറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും എണീറ്റ് കുറച്ച് സീറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നു. അധികം വൈകാതെ തന്നെ നമുക്ക് അവിടെ ഒരു സീറ്റൊക്കെ കിട്ടി കേട്ടോ.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയിരുന്ന് ഫുഡൊക്കെ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. ഇനി നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നല്ല വ്യൂ ആണ്. നമുക്ക് ഇത് മിഡ് ടൗണിലാണല്ലോ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പോകുന്നതും വണ്ടി പോകുന്നതും ഒക്കെ കാണാം. പിന്നെ ഒരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രയാൻ പാർക്കാണ്, അതിൻ്റെ ഒരു വ്യൂ ഉണ്ട്. അടിപൊളി ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഓപ്പോസിറ്റിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് നമ്മുടെ സിറ്റി ടൂർ പോകാനുള്ള ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ ഒരുപാട് ഏജന്റുമാരുണ്ടാകാറുണ്ട് ബിഗ് ബസ്സിൻ്റെ ഒക്കെ, അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ടിക്കറ്റ് കിട്ടും. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലം ഞാൻ ഇതിനു മുമ്പത്തെ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ജോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത്. എൻ്റെ നേരെ മുമ്പിൽ കാണുന്നത് ബോൾ ഡ്രോപ്പ് ബിൽഡിംഗ് ആണ്. ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. ന്യൂ ഇയർ ഈവനിങ്ങിൽ അവിടെ ഒരു ബോൾ ഉണ്ട് ആ മോളിൽ, ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ. ഇപ്പോൾ കാണുന്നില്ല ബ്ലൂ കളർ. ആ ബോൾ ഏറ്റവും മുകളിൽ കമ്പിയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടുന്ന് താഴോട്ട് ഡ്രോപ്പ് ചെയ്യും. എന്ന് വെച്ചിട്ട് ഇപ്പോൾ കിടക്കുന്ന സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്യും. അത് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നോക്കിയപ്പോൾ അതെല്ലാം കൂടെ പൊളിഞ്ഞ് കിടക്കുകയാണ്. എന്തോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ എന്തോ പ്രോജക്റ്റ് ആണെന്ന് തോന്നുന്നു. പബ്ലിക്കിന് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ റീകൺസ്ട്രക്ഷനൊക്കെ നടത്തി മോഡിഫൈ ചെയ്തത് എന്തോ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കൗതുകരമായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയപ്പോഴേക്കും ഒരു ബിഗ് ബസ് ഏജന്റിനെ കണ്ടു. അവിടുന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. എനിക്കും ഹസ്ബൻഡിനും കൂടെ ജോയിക്കും കൂടെ $52 ടിക്കറ്റ് തന്നത്. പിന്നെ മിക്കുവിന് അവർ ഫ്രീ ആയിട്ട് ടിക്കറ്റ് തന്നു. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അടുത്ത ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണിപ്പോൾ. അധികം താമസിയാതെ തന്നെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സാണ്. പല സ്റ്റോപ്പുകളുണ്ട്. അവിടെയൊക്കെ ആളുകൾ ഇറങ്ങും കയറും ഒക്കെ ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബസ്സിൽ ഇരിക്കുകയും ചെയ്യാം. ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂറോളം സമയമുണ്ട് ഈ ഒരു ബസ്സിൽ ടൂർ എന്ന് പറയുന്നത്. ഡൗൺ ടൗൺ ഫുള്ളായിട്ട് കറങ്ങി കാണിക്കുന്ന ഒരു ടൂർ പാക്കേജാണിത്. അപ്പോൾ കുറേ പേര് ഇവിടുന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓഫ് കോഴ്സ് മുകളിൽ സീറ്റൊക്കെ ഒത്തിരി ഒഴിവുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇഷ്ടം പോലെ സീറ്റ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. സൈഡ് സീറ്റിലൊക്കെ വന്നിരുന്നു. മിക്കവും ജോയും പുറകിൽ ഇരിപ്പുണ്ട്, കുഞ്ഞാവയൊക്കെ. അപ്പോൾ ഇത് ബസ്സിൽ കയറുമ്പോൾ നമുക്കൊരു ഹെഡ്സെറ്റ് തരും കേട്ടോ അവർ. അതിത് ഈ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യാനുള്ള, അവിടെ കണക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവർ പോകുന്ന ഓരോ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ആ സൈറ്റിൻ്റെ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ എല്ലാം പറയും. അപ്പം നമുക്ക് അതെല്ലാം കേട്ടുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ബാങ്ക് ഓഫ് അമേരിക്ക ടവർ, അതിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടാണ് ഡൗൺ ടൗൺ. നമ്മൾ മിഡ് ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ബ്രയാൻ പാർക്കാണ്. ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ വിൻഡോയിൽ കൂടെ കാണിച്ചില്ല, ആ ഒരു പാർക്കാണ് ഇത് കേട്ടോ. ഇവിടെ ഒരു ഐസ് റിംഗ് ഒക്കെ ഉണ്ട്. വിൻ്റർ സീസൺ ആയി കഴിയുമ്പോൾ ആ ഐസ് റിംഗിൽ ഫുൾ ഐസൊക്കെ നിറച്ച് അവിടെ ഐസ് സ്കേറ്റിംഗ് ഒക്കെ നടത്താറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒത്തിരി സ്കൈ സ്ക്രാപ്പേഴ്സ് ഉള്ള ഒരു നഗരമാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിലായിട്ട് ഒരു കമ്പി ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ബിൽഡിംഗ് കാണുന്നില്ലേ, ടോളായിട്ടുള്ള. അതെന്ന് പറയുന്നത് സമ്മിറ്റ് ടവർ ആണ്. സമ്മിറ്റ് വൺ വാണ്ടർ ബിൽഡ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ്. അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്നത് ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയാണ്. ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറി. പിന്നെ ഈ കാണുന്നത് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ 100 ഫ്ലോറിന് മുകളിൽ പണിത ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ ബിൽഡിംഗ് ആണ്. ഇവിടെ ന്യൂയോർക്കിലെ ഓരോ ബിൽഡിങ്ങിനും ഓരോ പ്രത്യേകത ഉണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റൈലായിരിക്കും, ആർക്കിടെക്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഓരോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അതൊക്കെ ഓരോ ഫേമസ് ആയിട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കും. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് അയൺ ബിൽഡിംഗ് ആണ്. സ്പൈഡർമാൻ മൂവിയിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൊത്തം സ്ട്രക്ചർ കണ്ട ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്കെയറി ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. പിന്നെ മുമ്പൊക്കെ ഇവിടെ താമസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷെ ആരും താമസിക്കുന്നൊന്നുമില്ല. ഇപ്പം അത് റിനോവേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂയോർക്കിലെ ഫേമസ് ആയിട്ടുള്ള ബ്രോഡ്വേ കൂടെയാണ്. ബ്രോഡ്വേ എന്താണ് ഇത്ര ഫേമസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അമേരിക്കയുടെ കൊമേഴ്സ്യൽ തിയേറ്ററിക്കൽ സ്പേസ് എന്ന് പറയുന്ന ഒരു സ്ഥലം. ഒത്തിരി തിയേറ്ററുകളുണ്ട് അവിടെ. പല സ്റ്റാർസുകളും ലൈവായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി ഷോകളുണ്ടാവും. അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്രോഡ്വേ എന്ന് പറയുന്നത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത് ബ്രോഡ്വേ ആണ്.
അങ്ങനെ നമ്മളിപ്പോൾ ബ്രോഡ്വേയും കഴിഞ്ഞ് ചൈന ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി ഗിഫ്റ്റ് ഷോപ്പുകൾ, സുവനീർ ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. മെയിനായിട്ട് ഇവിടെ വരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനീസ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ചൈനീസ് റെസ്റ്റോറൻറ്റുകളുള്ളൊരു സ്ഥലമാണ്. ചൈനീസ് മാത്രമല്ല, തായ്, വിയറ്റ്നാമീസ്, മലേഷ്യൻ റെസ്റ്റോറൻറ്റുകൾ ഒക്കെ തന്നെ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചൈനീസ് അമേരിക്കൻസ് താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. പിന്നെ ഒരുപാട് ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും. ചൈനീസിലൊക്കെ ഫാർമസിയുടെ ബോർഡുകളൊക്കെ ചൈനീസിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അവിടുന്ന് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് US കോർട്ട് ഹൗസ് ആണ്. ആ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് കാണുന്നില്ലേ. മോസ്റ്റ്ലി ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിന്റെ മുകളിലും US ഫ്ലാഗ് കാണാറുണ്ട്. ഇത് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് US കോർട്ട് ഹൗസ്. ഇതൊരു 37 നിലകളുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ വലിയൊരു വേറെ ബിൽഡിംഗ് കാണാം. അത് ഇവിടുത്തെ മുനിസിപ്പൽ ബിൽഡിംഗ് ആണ്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ആർക്കിടെക്ചർ ആണ്. അതിന്റെ ഭംഗി എന്ന് പറയുന്നത് പ്രത്യേക ഭംഗിയാണ്. ഒരു 19th സെഞ്ചുറി ആർക്കിടെക്ചർ ആണ് ഇതൊക്കെ. പിന്നെന്ന് പറഞ്ഞാൽ ഇത് 40 നിലകളുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, ഇതാണ് 8 സ്പ്രൂസ് ബിൽഡിംഗ്. ഇതൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് കേട്ടോ, ലൈക്ക് ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ പോലെയുള്ള. ഇതെന്ന് പറഞ്ഞാൽ 76 നിലകളുണ്ട്. ഇത് കണ്ട അവിടെ ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ പോലെയുണ്ട്, പക്ഷെ അതതിന്റെ സ്റ്റൈലാണ്, ഡീകൺസ്ട്രക്റ്റീവ് സ്റ്റൈൽ, അങ്ങനെ എന്തോ കണ്ടാണ് ഇതിന് പേര് കേട്ടോ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് പോകുന്നവർ ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാം പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം കേൾക്കുമ്പോൾ ബോറടിച്ചാലെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എല്ലാം പറയുന്നൊന്നുമില്ല. പക്ഷെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് കാണണം തോന്നുന്ന, ഒത്തിരി ഭംഗിയുള്ളതും അല്ലെങ്കിൽ ഇതേ പ്രത്യേകതകളുള്ള ബിൽഡിങ്ങുകൾ മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചർച്ച് എന്ന് പറയുന്നത് ട്രിനിറ്റി ചർച്ചാണ്. ഇത് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചാണ്. കാരണം അമേരിക്കൻ റവല്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചർച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക് മോണുമെന്റ് ആണ് കേട്ടോ ഇത്. ഇവിടെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന്റെ ശവകുടീരമുണ്ട്. അതായത് അലക്സാണ്ടർ ഹാമിൽട്ടൺ, അദ്ദേഹത്തിന്റെ വൈഫ് എലിസബത്ത് ഹാമിൽട്ടൺ, പിന്നെ ആൽബർട്ട് ഗലാറ്റിൻ, റോബർട്ട് ഫുൾട്ടൺ, അങ്ങനെ ഒരുപാട് പേരുടെ ശവം സംസ്കരിച്ചിരിക്കുന്നത് ഈ ഒരു ചർച്ചിലാണ്. ഈ ചർച്ചിന് ഏതാണ്ട് ഒരു 300 വർഷത്തിന് മുകളിൽ പഴക്കം വരും കേട്ടോ. പിന്നെ നാഷണൽ ട്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഈ പള്ളിയുടെ അടിയിൽ നിധി ഉണ്ടെന്നാണ്. നിധിയൊന്നുമില്ല, ചുമ്മാ പറയുന്നതാണെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്, നിധി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് കേട്ടോ. നമ്മളീ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്ഥലത്ത് വണ്ടി നിർത്തും, ആളുകൾ ഇറങ്ങും കയറും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് നല്ല രസമുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ കൽഹോനഹോ സിനിമയിലെ പ്രീതി സിന്റെ ഷാരൂഖ് ഖാനെ നോക്കി ഒരു കാളയുടെ മുമ്പിൽ നിൽക്കുന്നില്ലേ, ആ കാളയാണ് ഈ കാള. ഇതൊരു വലിയ ബ്രോൺസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്കൾച്ചറാണ് കേട്ടോ. ഇത് വാൾ സ്ട്രീറ്റ് ബുൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. വാൾ സ്ട്രീറ്റിലാണ് ഉള്ളത്. ഈ കാളയുടെ അടുത്ത് ഇത്രയും ആൾക്കാർ ക്യൂ നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് തൊടാനും അതിൻ്റെ അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാള ധനത്തിന്റെയും അതുപോലെ ഭാഗ്യത്തിന്റെ ഒരു സിമ്പിളായിട്ടാണ് അവർ കരുതുന്നത്. ഇതിന്റെ ഈ ബോളിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി ധനം ഉണ്ടാകുന്നു, ഒത്തിരി ഭാഗ്യം ഉണ്ടാകുന്നു, ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രോങ് ആകുമെന്നൊക്കെയാണ് ഒരു വിശ്വാസം ഉള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാൾ സ്ട്രീറ്റിൽ കൂടെയാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൂടുതൽ. അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും കണ്ടിരിക്കേണ്ട അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എല്ലാവർക്കും അറിയായിരിക്കും വേൾഡ് ട്രേഡ് സെന്റർ. അതായത് 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണവും ആ ടെററിസ്റ്റ് അറ്റാക്കിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അൽഖ്വയ്ദ തീവ്രവാദികൾ ഉസാമ ബിൻ ലാദന്റെ നേതൃത്വത്തിൽ 2001 4 സ്ഥലങ്ങളിലായിട്ടാണ് ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇടിച്ചു തകർത്തത്. അപ്പോൾ ഇവിടുത്തെ ഈ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ടിൻ ടവറൊക്കെ ഇടിച്ചു തകർത്ത് 1977 പേരൊക്കെ മരിച്ച് ഒരു ഭീകരമായിട്ട്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഒരു ഡെഡ്ലിയസ്റ്റ് ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു സ്പോട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടിൻ ടവറിന് പകരം ഇപ്പം വൺ വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഇപ്പോൾ ന്യൂയോർക്കിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ്. അതിന്റെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വൈറ്റ് കളറിലുള്ളത്. ഇതിന്റെ പേരാണ് അക്യുലസ് ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബ്. ഇവിടെയാണ് വേൾഡ് ട്രേഡ് സെന്റർ പാത്ത് സ്റ്റേഷൻ ഉള്ളത്. അതുപോലെ തന്നെ ഒരു 12ഓളം സബ്വേ ലൈനുകളുണ്ട്. അങ്ങനെയുള്ളൊരു കൺസ്ട്രക്ഷൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഷേപ്പ് തന്നെയാണ്, ഇതിന്റെ ഒരു ഡിസൈനാണ്. ഒരു വെള്ളരിപ്രാവ് ഇങ്ങനെ ആകാശത്തേക്ക് പറന്നുയരുന്നതിന്റെ പോലെയുള്ള, അതിന്റെ ചിറക് വിരിച്ച് പറന്നുയരുന്ന ഒരു ഷേപ്പിലാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. അത് കാണാൻ തന്നെ അത്രയും മനോഹരമാണ്. അതിന്റെ ബാക്കിലാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ വൺ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഒറ്റ ബിൽഡിംഗ് കാണാൻ പറ്റും. അവിടെയായിരുന്നു ആദ്യം നമ്മുടെ ടിൻ ടവർ ഉണ്ടായിരുന്നത്, അതാണ് ഇടിച്ചു തകർക്കപ്പെട്ടത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഒത്തിരി ഓർമ്മകൾ ഉണർത്തുന്ന ആ ഒരു ഭീകരത നമുക്കിപ്പോഴും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഈ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്.
അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നല്ല തണുപ്പുണ്ട്, കാറ്റിങ്ങനെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. നമ്മൾ ആ ബസ്സിൻ്റെ ഓപ്പൺ സ്പേസിലാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് 9/11 മെമ്മോറിയൽ പാർക്ക് ആൻഡ് മ്യൂസിയം ആണ്. 9/11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനെ വിശേഷിപ്പിക്കുന്നത് 9/11 അറ്റാക്ക് എന്നാണ്. കാരണം അത് 2001 സെപ്റ്റംബർ 11 തീയതി ആയിരുന്നു ആ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് 9/11 അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്ന, അതിൻ്റെ സ്മരണകൾ ഉണർത്തുന്ന, അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെമ്മോറിയൽ പാർക്കും അതുപോലെ മ്യൂസിയം ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന്നൊക്കെ ഓർക്കുകയാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് വന്ന് ഈ ടിൻ ടവറിനെ ഇടിച്ച്, 4 ഫ്ലൈറ്റുകളുണ്ടായിരുന്നു, അതിലൊരെണ്ണം ഈ ടിൻ ടവറിനെ ഇടിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ആ ഒരു ടവർ ഫുള്ളായിട്ട് തകർന്ന് തരിപ്പണമായി പോവുകയായിരുന്നു. ഒരുപാട് പേര് മരിച്ചു. അപ്പം അതായത് 2977 അങ്ങനെ എങ്ങാണ്ടാണ് അതിൻ്റെ ഒരു നമ്പർ എന്ന് പറയുന്നത്. അത്രയും ആളുകൾ മരിച്ച ഒരു എന്താ പറയുക, അത്രയും ഭീകരമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ മെമ്മോറിയൽ പാർക്കും അതിൻ്റെ മ്യൂസിയം ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ വൺ വേൾഡ് ട്രേഡ് സെന്ററിനെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹഡ്സൺ റിവർ ആണ്. ഈ ഹഡ്സൺ റിവറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സൈഡിൽ ന്യൂജേഴ്സിയും ഒരു സൈഡിൽ ന്യൂയോർക്കും. ഈ ഒരു നദിയാണ് 2 സ്റ്റേറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഈ ഒരു നദി കടന്നു കഴിഞ്ഞാൽ തൊട്ടക്കരെ കാണുന്നത്, ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. അത് ജേഴ്സി സിറ്റിയാണ്, ന്യൂജേഴ്സിയാണ്. ഇക്കരെ ന്യൂയോർക്കാണ്. ജസ്റ്റ് ഈ ഒരു നദി കടക്കേണ്ട താമസമുള്ളൂ അടുത്ത സ്റ്റേറ്റിലെത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ന്യൂജേഴ്സിയിൽ താമസിച്ചിട്ട് ന്യൂയോർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ന്യൂയോർക്കിലെ ടാക്സും ജീവിത ചെലവൊക്കെ കുറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ന്യൂജേഴ്സിയിൽ താമസിക്കും, എന്നിട്ട് ന്യൂയോർക്കിൽ വർക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിയർ 40 ആണ്. പിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പലുകളും ബോട്ടുകളൊക്കെ വന്ന് കരയ്ക്കെടുക്കുന്ന ഒരു സ്ഥലം. നമ്മൾ ബോട്ട് ജെട്ടി എന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് ആ ഒരു സംഭവമാണ്. പക്ഷെ അത് ജെട്ടിയുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് ഈ പിയറിന്. പക്ഷെ ഏതാണ്ട് ആ ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ഈ ഹഡ്സൺ റിവറിൽ ഒരുപാട് പിയറുകളുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടൈറ്റാനിക് വന്നു ചേരേണ്ടിയിരുന്നത് ഈ ന്യൂയോർക്കിലായിരുന്നു. ഇവിടെ ഈ ഒരു പിയറിലായിരുന്നു അത് വന്നു ചേരേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് ന്യൂയോർക്കിലെത്തുന്നതിന് മുമ്പേ അപകടത്തിൽപ്പെട്ട് മഞ്ഞുവരയിലൊക്കെ ഇടിച്ച് തകരുകയാണ് ഉണ്ടായത്. എന്നിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു 700 ആളുകളെ കർപ്പാത്തിയ എന്ന് പറഞ്ഞൊരു ബോട്ടിൽ ഇവിടെ ഒരു പിയറിലാണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നത് ന്യൂയോർക്കിൽ. ആ ഒരു പിയർ നമ്മളിപ്പോൾ കാണാൻ പോവാണ്. പക്ഷെ ആ പിയർ ഇപ്പോൾ അത് നിലവിൽ അത് ഇല്ല, അത് തകർന്നു പോയി. പക്ഷേ അന്നുള്ള ആ പിയറിന്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു ആർച്ചുണ്ട്, ഒരു സ്റ്റീൽ ആർച്ചുണ്ട്. അതിപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അത് ഇതിവിടെ തൊട്ടടുത്താണ്. അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഐലൻഡ് വന്നിട്ടുണ്ട്. ഒരു മാൻമെയ്ഡ് ഐലൻഡ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഐലൻഡ്. ലിറ്റിൽ ഐലൻഡ് എന്നാണ് ഈ ഒരു ഐലൻഡിന്റെ പേര്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. ടൂലിപ്പ് ഷേപ്പിലുള്ള ഒരു 132 കാലുകളിലാണ് ഈ ഒരു ഐലൻഡ് താങ്ങി നിർത്തിയിരിക്കുന്നത്. ഒരു 2.5 ഏക്കറോളം ഉണ്ട് കേട്ടോ ഇതിന്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത്. ഇതിന്റെ അടിയിൽ, അതായത് ഈ ടൂലിപ്പ് കാലുകളുടെ അടിയിൽ 250ഓളം കോൺക്രീറ്റ് പില്ലറുകളുണ്ട്. ഇപ്പൊ ഈ കാണുന്ന ഒരു സ്റ്റീൽ ആർച്ച് ഉണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ പഴയ പിയറിന്റെ, അതായത് ടൈറ്റാനിക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി ആളുകളെ കൊണ്ടുവന്ന് ഇറക്കിയ ആ ഒരു പിയറിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ആർച്ചാണ്. ഇപ്പോഴും അതിങ്ങനെ നിലനിൽക്കുകയാണ് ഇവിടെ കേട്ടോ. പിന്നെ ഈ ഒരു മാൻമേഡ് ഐലൻഡിലേക്ക് ആളുകൾക്ക് എൻട്രി ഉണ്ട്. പക്ഷെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകളെ ഒരു സമയത്ത് കയറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറയുന്നത് പിയർ 57 ആണ്. പിയർ 57ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു റൂഫ് ടോപ്പ് പാർക്കുണ്ട്, പിന്നെ ഒരു ഫുഡ് മാർക്കറ്റ് ഉണ്ട്, പിന്നെ വൈനറി, പിന്നെ കമ്മ്യൂണിറ്റി സ്പേസ്, അങ്ങനെ കുറേ ഇൻ്ററാക്റ്റീവ് ഗാലറി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു പിയർ 57 നമുക്ക് പോയാൽ കാണാൻ പറ്റുക. ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഹഡ്സൺ യാർഡ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്കിലെ പുതിയൊരു സൈറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കുറേ കൺസ്ട്രക്ഷനൊക്കെ പുതിയതായിട്ട് നടന്ന ഒരു സൈറ്റാണ്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വെസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു സ്ട്രക്ചറാണ്. അതൊരു വളഞ്ഞുള്ള ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നില്ല അത്. പക്ഷേ അതിപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്ത ശേഷം 18 മാസം വരെ ഇത് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ക്ലോസ്ഡ് ആണ്. 2021 മുതൽ അത് ക്ലോസ്ഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 4 പേരാണ് ഈ ഒരു വെസൽ എന്ന് പറഞ്ഞ ഈ സ്ട്രക്ചറിന്റെ മുകളിൽ കയറി സൂയിസൈഡ് ചെയ്ത് താഴേക്ക് ചാടിയിട്ട്.
അപ്പോൾ ഇനി അത് തുറന്നു കൊടുക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇനി അത് കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത ശേഷം എന്തൊക്കെയോ റീകൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്ത ശേഷം തുറന്നു കൊടുക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിയർ 79 ആണ്. അവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബോട്ടുകളൊക്കെ കിടക്കുന്നത് കാണാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകളെയും കൊണ്ട് സൈറ്റ് സീയിങ്ങിന് പോകുന്ന ബോട്ടുകളാണ് കേട്ടോ. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പിയർ 86. അവിടെ നമുക്ക് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇന്റർപിഡ് മ്യൂസിയം കാണാൻ പറ്റും. ഇന്റർപിഡ് എന്ന് പറയുന്നത് ഒരു എയർക്രാഫ്റ്റ് ക്യാരിയിങ് ഷിപ്പായിരുന്നു. അത് 2ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക യൂസ് ചെയ്ത ഷിപ്പാണ്. അത് പിന്നീട് ഒരു മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു. അതിൽ നമുക്ക് പോവുകയാണെങ്കിൽ അതിലിപ്പോൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ കഴിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്പേസ് ഷട്ടിലുണ്ട്. അതുപോലെ ന്യൂക്ലിയർ വെപ്പൺസ് ക്യാരി ചെയ്യുന്ന സബ്മറൈനുകളുണ്ട്. അതുപോലെ ഒരുപാട് മിലിറ്ററി എയർക്രാഫ്റ്റുകളുണ്ട്. സൂപ്പർസോണിക് സ്പൈ പ്ലെയിനുകളുണ്ട്. അങ്ങനെ ഒരുപാട് കൊമേഴ്ഷ്യൽ എയർലൈനറുകളുണ്ട്. ഇതെല്ലാം കൂടെ ക്യാരി ചെയ്തിട്ടുള്ള അതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഈ ഒരു ഇന്റർപിഡ് മ്യൂസിയം എന്ന് പറയുന്നത്. ഞാൻ ഒരു തവണ ഈ ഒരു പിയറിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഷിപ്പിനകത്ത് വിസിറ്റ് ചെയ്തിട്ടില്ല. ഒരു തവണ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് ഈ ഇന്റർപിഡ് മ്യൂസിയവും പോയി കാണണം. അങ്ങനെ ഇപ്പം നമ്മൾ ഏതാണ്ട് ഒരു 2 മണിക്കൂറിൻ്റെ അടുത്തായി ഈ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുക്കൂട്ടം കുറച്ച് ടയേർഡൊക്കെ ആയി, അവൻ ഇരുന്നൊക്കെ മടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്, കാരണം ഈ കാറ്റ് ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുന്നത് കൊണ്ട്. അങ്ങനെ ബസ് ഒരു സിഗ്നലിൽ നിന്നപ്പോഴാണ് മുകളിലേക്ക് നോക്കിയപ്പോൾ ഈ ഒരു മരം നിറച്ചിങ്ങനെ പ്രാവുകൾ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തേ ഉള്ളൂ. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ന്യൂയോർക്കിൻ്റെ ഹൃദയമായിട്ടുള്ള ടൈംസ് സ്ക്വയറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടൈംസ് സ്ക്വയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 24 hours ഇങ്ങനെ ലൈവായിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ന്യൂയോർക്കിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഹബ്ബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും കണ്ടാലും പറഞ്ഞാലും ഇതിൽ അത്രയ്ക്കും കാഴ്ചകളാണ്, അല്ലെങ്കിൽ അത്രയ്ക്കും കാര്യങ്ങളാണ് നമുക്ക് ഈ ടൈംസ് സ്ക്വയറിൽ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരസ്യ ബോർഡുകളില്ലേ, ഈ ബിൽ ബോർഡുകളാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. ഞാനിവിടെ ഈ ടൈംസ് സ്ക്വയറിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഒരു വ്ളോഗോ വീഡിയോയോ ഒന്നും ഇതിനെക്കുറിച്ച് ചെയ്തിട്ടില്ല. ഉറപ്പായിട്ടും അങ്ങനെ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ ബിഗ് ബസ്സിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ടൈംസ് സ്ക്വയറിലുള്ള ഒരു M&M സ്റ്റോറിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അങ്ങനെ ബസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുകയാണ്. ലാസ്റ്റായിട്ട് ഇറങ്ങുന്നത് നമ്മളാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ബിഗ് ബസ്സിലായിരുന്നു. അപ്പം ബസ്സിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ M&M സ്റ്റോർ. ഇതാണ് ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ടൈംസ് സ്ക്വയറിൻ്റെ തിരക്കിലൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.